السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്? ഇതൊക്കെ നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്കൊരു ആവേശമായിരുന്നു. ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ വലിയൊരു മതില് കെട്ടണം, അക്രമികളുടെ കുതിരകൾ ചാടിക്കയറി ഇല്ലാതാക്കാൻ കഴിയാത്ത വിധത്തിൽ, കുതിരകൾക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ മതിൽ കെട്ടണം. അതിനുവേണ്ടി കുഴികൾ ഇങ്ങനെ കുഴിക്കുമ്പോൾ വലിയൊരു പാറക്കല്ല് കാണാൻ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കാര്യം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശത്തോടു കൂടി കടന്നു വന്ന് സഹാബാക്കളെ ആവേശം കൊള്ളിക്കുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. സഹാബാക്കൾ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയണില്ല ഇതെടുത്തു മാറ്റുവാൻ. അതിനുള്ള ശക്തി, അതിനുള്ള ആരോഗ്യം, അതിനുള്ള ഭക്ഷണപാനീയം നമ്മുടെ ശരീരത്തിലില്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ചെറുതായി ഒന്ന് പൊന്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ് കാണിക്കുന്നുണ്ട്. ആ വയറിൽ 2 കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പട്ടിണിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് കടന്നു വന്നത് വയറ്റിൽ 2 കല്ലുകൾ കെട്ടിവെച്ചുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം സ്നേഹിച്ചു. മക്കയിൽ നിന്നുള്ള പീഡനങ്ങൾക്ക് അവസാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. 8 വർഷത്തിന് ശേഷം അതാ മക്കം ഫതഹു മക്ക, മക്കയെ പിടിച്ചടക്കുന്നു. മക്കയിലേക്ക് കടന്നു വരുന്നു. കടന്നു വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു വാപ്പയും ഒരു മകനും വരുന്നുണ്ട്. മക്കം ഫതഹ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, പ്രതാപവും മഹത്വവും അല്ലാഹുവിനും അവന്റെ റസൂലിനും വിശ്വാസികൾക്കുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേടിയെടുത്ത ആ ഫതഹു മക്കയ്ക്ക് ശേഷം ഒരു പിതാവും ഒരു മകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റാരുമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവായ അബൂ ഖുഹാഫയുമാണ് കടന്നു വരുന്നത്. എന്തിനാണ് കടന്നു വന്നത്? ഇസ്ലാം സ്വീകരിക്കണം, വാപ്പയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു.
വാപ്പാക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്നുള്ള കാര്യവുമായി കടന്നു വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. കൈപിടിച്ചുകൊണ്ട് പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു വല്ലാത്തൊരു രംഗമല്ലേ. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാപ്പ അതാ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നു. മക്കയിൽ 13 വർഷങ്ങൾ കൊടിന പീഡനങ്ങൾ അനുഭവിച്ച കാലഘട്ടത്തിൽ അബൂ ഖുഹാഫയുണ്ട് മക്കയിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് നൽകിയത് അതൊക്കെ കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്കിപ്പുറമാണ്. എന്നാൽ അത്ഭുതം എന്ത് പറയട്ടെ, വാപ്പയായ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചിട്ടും ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം ഇങ്ങനെ കണ്ടിട്ടും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്തിനാ അബൂബക്കറെ നീ കരയുന്നത്? എന്താ അബൂബക്കറെ നിന്നെ കരയിപ്പിക്കുന്നത്? ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ കൈകളിൽ എന്റെ വാപ്പയുടെ കരങ്ങളാണുള്ളത്. എന്റെ വാപ്പയെ ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതായിരുന്നു. അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എത്ര ആഗ്രഹിച്ചു, അങ്ങതിന്റെ എല്ലാവിധ സാധ്യതകളും അങ്ങ് നോക്കിയില്ലേ? അബൂ ത്വാലിബ് മരണപ്പെടുന്നതിന്റെ തൊട്ടു മുന്നേ പോലും അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പരിശ്രമിച്ചില്ലേ? എന്നിട്ടും അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു സഹാബാക്കൾ. അവരുടെ കാര്യമല്ല അവർക്ക് വലുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണ് അവർക്ക് പ്രധാനം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനകളാണ് അവരുടെ വേദന. ഒരിക്കലും ഒരു യാത്ര പോവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുണ്ട്, വല്ലാതെ ദാഹിക്കുന്നുണ്ട്. വല്ലാതെ ദാഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കും വല്ലാതെ ദാഹിക്കുന്നുണ്ട്. എന്നാൽ എന്റെ ദാഹത്തെക്കാൾ എന്റെ വേദന എന്താണെന്നറിയോ? എന്റെ റസൂല് ദാഹിക്കാണ് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റസൂല് ദാഹിക്കുന്നു എന്നുള്ളതാ എന്റെ വേദന. എന്റെ റസൂലിന് എന്തെങ്കിലും നൽകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹം. ആ രൂപത്തിൽ അവർക്ക് സ്നേഹിക്കുവാൻ, ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതം കൊണ്ട് സ്നേഹിക്കുവാൻ അവർക്ക് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അവരനുസരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിയാൽ അതിൽ നിന്ന് പരിപൂർണമായ നിലയിൽ അവർ മാറി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കിന് അവർക്കൊരു മറുവാക്കില്ല. ഉഹദ് യുദ്ധം നമുക്കറിയാം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ 70ഓളം സഹാബികൾ ഷഹീദുകളായി. അവരുടെ ശരീരങ്ങൾ അക്രമികൾ വികൃതമാക്കിയിട്ടുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞ ആ ഭൂമിയിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മർഅ, അതാ ഒരു പെണ്ണ് കടന്നു വരുന്നു. സഹാബ, നിങ്ങൾ ആ പെണ്ണിനെ തടയണം. ആ ഷഹീദുകളെ കാണാൻ ആ പെണ്ണിനെ നിങ്ങൾ അനുവദിക്കരുത്. ആരാണ് ആ ഓടി വരുന്നത്? സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് കടന്നു വരികയാണ്. എന്ത് വാർത്ത അറിഞ്ഞിട്ടാണ് വരുന്നത്? സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട് എന്നുള്ള ആ വാർത്ത അറിഞ്ഞുകൊണ്ട് വേദനയോടുകൂടി സഫിയ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം തടയുക. ആ സമയത്ത് സഫിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഓടിപ്പോയിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ കടന്നു പോകരുത് അടുത്തേക്ക്.
നിങ്ങൾ ഇവിടത്തേക്ക് പ്രവേശിക്കരുത്. സഫിയ റളിയല്ലാഹു അൻഹ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, ശക്തിയുള്ള പെണ്ണാണ്. ഒരു കുത്തങ്ങ് കൊടുത്തു, മാറി നിൽക്കുക പറഞ്ഞു. ആ സമയത്ത് സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റെ കൽപ്പനയല്ല ഉമ്മ, ഇതെന്റെ കൽപ്പനയല്ല. ഇതാരുടെ കൽപ്പനയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഉമ്മയെ അങ്ങോട്ടേക്ക് കടത്തിവിടരുത് എന്ന്. ഇത് പറയുകയും പിന്നീട് സഫിയ റളിയല്ലാഹു അൻഹ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് സഫിയ റളിയല്ലാഹു അൻഹു 2 തുണി ഇങ്ങനെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്റെ സഹോദരൻ ഹംസ ഷഹീദായിട്ടുണ്ട്, ഈ തുണിയിൽ അവനെ നിങ്ങൾ കഫൻ ചെയ്യണം. തന്റെ സഹോദരൻ ആ യുദ്ധഭൂമിയിൽ ഇല്ലാതെയായി എന്നുള്ള വാർത്ത ആ സഹോദരിയെ, ആ അനുജത്തിയെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകും, എത്രത്തോളം വൈകാരികത നിറഞ്ഞ ഒരു രംഗമാണത്, ഒരു സമയമാണത്, വിഷയമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? അവിടെ നമ്മൾ നിൽക്കും, അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല. ആലോചിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾക്ക് നമ്മൾ എത്രത്തോളം വില കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക്, നമ്മളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക്, നമ്മൾ നടത്തുന്ന പരിപാടികളിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക്, നമ്മള് നടത്തുന്ന വിവാഹങ്ങൾ നമ്മളൊന്ന് കടന്നു നോക്ക്. ആഡംബരമായി ധൂർത്തുകൊണ്ട് ആണും പെണ്ണും കലർന്ന് സംഗീതം കൊണ്ട് നിറച്ച് പാട്ടും കൂത്തുമായി പലതും ചെയ്തു കൂട്ടുകയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് നമ്മൾ എന്ത് വില കൽപ്പിച്ചു? ചെറിയ സുന്നത്തുകൾ പോലും പാലിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. കഴിയില്ല. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ കുറച്ച് വെള്ളം കുടിക്കുമ്പോ ആ ഗ്ലാസ് വലത്തേ കൈനെ കൊണ്ട് തന്നെ എടുത്താൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ പറയും, അതിന്റെ പേരിൽ നമ്മൾ കുട്ടികളെ പറയും. എന്ത് വില നമ്മൾ കൽപ്പിച്ചു? വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകല്ലേ, ചെറുതെന്ന് തുടങ്ങാം. ചെറിയ സുന്നത്തുകളിൽ നമുക്ക് തുടങ്ങാം. പൂർണ്ണമായും വലത് കൈകൊണ്ട് നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. നമ്മള് എന്തൊക്കെയോ ആകുന്നില്ലേ നമുക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞ മറ്റൊന്ന്, നിര്യാണിക്ക് താഴെ നമ്മുടെ വസ്ത്രം കടന്നു പോകാൻ പാടില്ല. നിന്റെ വസ്ത്രത്തെ നീ ഉയർത്തുക. എന്താ കാരണം? നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിക്കുന്നവന് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ല, നരകത്തിലാണ്. ആ വസ്ത്രം അവൻ നരകത്തിലെന്നാ പറഞ്ഞത്. നമുക്ക് നെര്യാണിക്ക് മുകളിലിട്ട എന്തോ ഒരടങ്ങാറാണ്. നമ്മൾ നെര്യാണിക്ക് മുകളിലിടുമെന്തോ നമ്മുടെ കാലാരോ മുറിച്ച് കളയുന്ന പോലുള്ള പ്രശ്നമാണ് നമുക്ക്. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയാൽ നമ്മുടെ മക്കൾക്ക് നെര്യാണിയും കഴിഞ്ഞ് കാലും കഴിഞ്ഞ് ഏറ്റവും അടിയിലെത്തുന്ന നമ്മൾ വാങ്ങിക്കൊടുക്കുക. എന്താ? ബാഗ് ട്രെൻഡ് അല്ലേ? ഇപ്പൊ ബാഗ് പോരാ, സൂപ്പർ ബാഗ് ഉണ്ട് വേറെ സാധനം. ഓൾറെഡി ഉള്ളതിനേക്കാൾ ഒന്നും കൂടി വലുതാകുക, മൊത്തത്തിട്ട് ഇങ്ങനെ വലിച്ചയച്ച് നടക്കുക. അതേ വാങ്ങുള്ളൂ. ഇത് നെര്യാണിക്ക് മുകളിൽ കട്ടിയിടെന്ന് പറഞ്ഞാൽ ഓന്റെ ഹാലും മാറും, കുടിയക്കാരന്റെ ഹാലും മാറും. കുടിയക്കാരൻ നമ്മളോട് പറയും, ഇതാ ട്രെൻഡ് ഇതാണ്. അങ്ങനെയുള്ള ട്രെൻഡ് നമുക്ക് വേണ്ട. അള്ളാഹു എന്തിനാ ആവർത്തിച്ച് ശൈത്താന്റെ കാര്യങ്ങളെ നിങ്ങൾ പിന്തുടരില്ലേ എന്ന് പറഞ്ഞു തന്നത്? കടന്നു പോകും ലോകം, ആളുകൾ അതിന്റെ ഫാൻസ് ആകും, തെറ്റുകളുടെ ഫാൻസ് ആകും, തെറ്റുകൾ ഹറാമിന്റെ ഫാൻസുകളാകും. നമ്മളൊക്കെ ഇപ്പൊ ഹറാമിന്റെ ആളുകളാകല്ല. അങ്ങനെയുള്ള ഫാൻസിനെ നമുക്ക് വേണ്ട, അങ്ങനെയുള്ള ലുക്ക് നമുക്ക് വേണ്ട, അങ്ങനെയുള്ള ട്രെൻഡുകൾ നമുക്ക് വേണ്ട. അതൊക്കെ പരിപൂർണമായ നിലയിൽ മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം.
അതിൽ ചില ആളുകൾ എടുത്തു പറയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ. എന്തിനു തെളിവായിട്ടെന്നറിയോ? ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മെലിഞ്ഞ മനുഷ്യനാണല്ലോ, ഞാൻ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എൻ്റെ വസ്ത്രം അത് താഴേക്ക് ഇറങ്ങിപ്പോകും. ഞാൻ അറിയാതെ സംഭവിക്കുന്നതാണ്, ഞാൻ അഹങ്കാരത്തോടു കൂടി ചെയ്യുന്നതല്ല. അതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അത് മനഃപൂർവ്വം താഴെ ഇട്ട് ധരിക്കാനുള്ള അനുമതിയില്ല, എന്നാൽ അറിയാതെ വന്നു പോയാൽ പ്രശ്നമില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട്, ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ നമ്മൾക്ക് എങ്ങനെ കഴിയുന്നു? പല കാരണങ്ങളാണ്. അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയാൽ പ്രായം തോന്നും, ചങ്ങായിമാര് കളിയാക്കും, തന്തവൈബ എന്ന് പറയും. ഇതൊക്കെ പറയാ കുട്ടികള്, ചങ്ങായിമാര് കളിയാക്കും. നമ്മളെന്നിട്ട് നോക്കിയാൽ ചില ആളുകൾ പറയും, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ട്. വെള്ളപ്പൊക്കം ഉണ്ട് ഇവിടെ, ഇവിടെ ഈ കാലൊക്കെ കയറ്റിട്ട് വരുന്നത്. ഇതെന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചതാ. ഈ വികാരം നമുക്ക് എന്ന് കടന്നു വരും? ഈ ബോധ്യം നമുക്ക് എന്ന് കടന്നു വരും? ഇത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചതാ, അതിന്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മളൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ട് കുടിക്കണം എന്ന് പറയും. നമ്മൾ പറയും നിന്നിട്ട് കുടിച്ചാൽ ഹാർട്ടിലേക്ക് പോകും, അതിൻ്റെ ഉള്ളിലേക്ക് പോകും, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും, അതുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുണ്യമില്ല. എപ്പോഴാണ് നമ്മളുടെ അമലുകളിൽ നമുക്ക് പുണ്യം നേടുന്നത്? എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ട് കുടിക്കുക, അതിന്റെ പേരിൽ ഞാൻ ഇരിക്കുന്നു. എന്റെ റസൂല് പറഞ്ഞതിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വികാരം എന്നാ നമുക്ക് കടന്നു വരിക? നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറഞ്ഞു പോകുവാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് ജീവിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഒന്നും നടക്കില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. എന്താണ് ഹജറുൽ അസ്വദിനോട് പറഞ്ഞത്? നീ വെറും ഒരു കല്ലാണ്, നീ വെറും ഒരു കല്ലാണ്, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചുംബിക്കുന്നത്. അതിൽ വേറൊരു കാരണവും വേറൊന്നിന്റെയും ആവശ്യം അവർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് സഹീഹായി നമ്മൾ അറിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വിശ്വസിക്കണം, പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ഒരിക്കലൊരു നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നു. എന്നിട്ടൊരു സംഭവം പറഞ്ഞു. ആ സംഭവം പറയുമ്പോൾ പറഞ്ഞു, ഒരു പശു, ഒരു മൃഗം അത് സംസാരിച്ചു എന്ന തരത്തിലുള്ള ഒരു സംഭവം പറഞ്ഞു. ആ സമയത്ത് പിറകിലുള്ള ആളുകൾ ചോദിച്ചു, മൃഗം സംസാരിക്കുവാനോ പശു സംസാരിക്കുവാനോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞാനും അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ആ സദസ്സിൽ അബൂബക്കറും ഇല്ല, ഉമറും ഇല്ല. അതാണ് വിശ്വാസം. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ആ ഒരു വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് നമ്മൾക്ക് കുറെ കാരണങ്ങളാണ്. എന്തിനാണ് അങ്ങനെ? കുറെ ചോദ്യങ്ങളാ. അതെന്തിനാ അങ്ങനെ, അതെന്തിനാ ഇങ്ങനെ? ഇത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിലല്ല. ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ഹിക്മത്ത് മനസ്സിലാക്കിയിട്ട് അമൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ചോദിച്ചൂടെ, ളുഹർ എന്താ മെല്ലെ ഓതുന്നേ, മഗ്രിബ് എന്തിനാ ഒച്ചത്തിൽ ഓതുന്നത്, തവാഫ് എന്തിനാ 7 എണ്ണം 6 എണ്ണം പോരെ? ഇതൊന്നും എല്ലാം നമ്മളുടെ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കണമെന്നില്ല.
അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദീനിനെ ബുദ്ധി കൊണ്ട് മാത്രം തീരുമാനിച്ചാൽ ഖുഫയുടെ പാദരക്ഷയുടെ താഴെ ഭാഗം തടവുന്നതാണ് അവർക്ക് നല്ലത്. നമ്മൾ ഈ കാലിന്റെ താഴെ ഭാഗത്തോടുകൂടിയല്ലേ നടക്കുന്നത്. ഖുഫ തടവുമ്പോ എവിടെയാണ് തടവേണ്ടത്? ഖുഫയുടെ മുകളിലാ തടവേണ്ടത്. അതെന്തിനാ നമ്മൾ തടവുന്നത്? എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത് ഖുഫയുടെ മുകളിൽ തടവാനാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു വീട് നൽകും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ് ഈ സംഭവം വിവരിക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ ഹദീസ് കേട്ടതിന് ശേഷം ഒരു ദിവസം പോലും ഒരു റവാത്തിബ് സുന്നത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒഴിവാക്കൂല. സ്വർഗത്തിലൊരു വീടിന് ഓഫർ, ചെറിയ ഓഫർ അല്ല, സ്വർഗത്തിലൊരു വീടിന് ഓഫർ. എന്ത് വന്നാലും മിസ്സാക്കൂല. ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആഴത്തിൽ അറിയുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനും നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമായിട്ടും കഴിയേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രികൾ ചെലവഴിച്ചത് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നല്ല രൂപത്തിൽ അനുസരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യമായിരുന്നു. മറ്റൊരു ചരിത്രം നമുക്ക് കാണാം, തുമാമ ഇബ്നു ഉസാലിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിൽ വേദനിപ്പിച്ച ആളാണ്, പല രൂപത്തിൽ ഇടങ്ങാറാക്കിയ ആളാണ്. ലഭിക്കുന്നുണ്ട് തുമാമയ ഇബ്നു ഉസാലിനെ ബന്ധിച്ചു വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുമാമയുടെ അടുത്ത് പോയിട്ട് ഓരോ ദിവസവും ചോദിക്കുന്നുണ്ട്, തുമാമ നിനക്ക് എന്താ പറയാനുള്ളത്? മസ്ജിദിന്റെ ഒരു തൂണിൽ കെട്ടിവെച്ച തുമാമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ പോയി ചോദിക്കുന്നുണ്ട്, തുമാമ നിനക്ക് എന്താ പറയാനുള്ളത്? എന്നെ കൊല്ലുകയാണെങ്കിൽ ഒരു ശക്തനായ മനുഷ്യനെ നിങ്ങൾ കൊന്നു. ഇനി എന്നെ വിട്ടാൽ നന്ദി പറയുന്ന ഒരാളെ നിങ്ങൾ വിടുന്നതായിരിക്കും. 3-ാം ദിവസവും തുമാമയുടെ അടുത്തേക്ക് വന്നു, ചോദിച്ചു, എന്താ പറയാനുള്ളത്? പറയാനില്ല, അഴിച്ചങ്ങ് വിട്ടു. അഴിച്ചങ്ങ് വിട്ട ആ തുമാമ ഇബ്നു ഉസാൽ പോകുന്ന വഴിയിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പെട്ടെന്ന് അദ്ദേഹം അതാ കുളിച്ച് വന്ന് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു തുമാമ ഇബ്നു ഉസാൽ. കടന്നു വന്നതിന് ശേഷം തുമാമ എന്ന് പറയുന്നത് യമാമിലെ വലിയ പിടിപാടുള്ള, യമാമിലെ വലിയ നേതാവാണ്. മക്കയിലേക്ക് ആ കാലഘട്ടത്തിൽ ഭക്ഷണം എത്തിച്ചത് അത് യമാമ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്നാണ്. മക്കയിലേക്ക് ഭക്ഷണം ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ തുമാമ ഇബ്നു ഉസാൽ ഇസ്ലാം സ്വീകരിച്ചു. തുമാമ പ്രഖ്യാപിക്കുകയാണ്, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് ഇനിയൊരു ധാന്യമണി, ഇനിയൊരു ഗോതമ്പിന്റെ ഒരു വറ്റ് അത് നൽകുകയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കാതെ. എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു, എങ്ങനെയൊക്കെ വേദനിപ്പിച്ചു. യാസിർ റളിയല്ലാഹു അൻഹുവിനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട്
അവസാനം അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെ അദ്ദേഹം കിടന്ന് പിടക്കുമ്പോ ഇങ്ങനെ പൊന്തിക്കും. വീണ്ടും വെള്ളത്തിലേക്ക് മുക്കും. മക്കയിലുള്ള മുശ്രിക്കുകൾ വീണ്ടും എടുത്തിങ്ങനെ പൊക്കും. കഴിഞ്ഞോ? ഇല്ലല്ലോ. സുമയ്യ റളിയല്ലാഹു അൻഹയെ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചു. ശരീരത്തിന്റെ മർമ്മത്തിലൂടെ കുന്തം കയറ്റാൻ പോലും അവരും മടിച്ചിട്ടില്ല. ആ രൂപത്തിൽ വേദനിപ്പിച്ച, ആ രൂപത്തിൽ കഷ്ടപ്പെടുത്തിയ ആ മക്കക്കാർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുമാമയോട് പറയുകയാണ്, വേണ്ട തുമാമ, പറ്റൂല, നൽകണം, ഭക്ഷണം നൽകണം, അങ്ങനെ ആരും പട്ടിണി കിടക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ ഭക്ഷണപാനീയങ്ങൾ നൽകാതെ പച്ചിലകൾ കടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ച ആ മുശ്രിക്കുകളോട് പോലും കാരുണ്യം കാണിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതുമായിക്കോട്ടെ, ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തി പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 34 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. അത് ചൊല്ലിയാൽ എന്താ നിങ്ങൾക്കുള്ള ഉപകാരം? കടലിന്റെ പതയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരും. എപ്പോഴെങ്കിലും ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്നുള്ള ബോധത്തോടു കൂടി അത് ചൊല്ലുവാൻ നമ്മുടെ നാവുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലൈലത്തുൽ ഖദറിനെ പറ്റി. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാത്രിയുണ്ട്. നിങ്ങളതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നിങ്ങളത് മിസ്സാക്കാൻ പാടില്ല കേട്ടോ. എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചതാ ലൈലത്തുൽ ഖദർ മിസ്സാക്കരുതെന്ന്. അതിന്റെ പേരിൽ ആ ലൈലത്തുൽ ഖദർ ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞിറങ്ങി തിരിക്കാൻ, ഇബാദത്തുകളിലേക്ക് കടന്നു വരാൻ, ഇബാദത്തുകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ നോമ്പ് വെറുതെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കാനുള്ളതല്ല. ചെയ്യുന്ന എല്ലാ ഹറാമുകളിൽ നിന്നും നമ്മുടെ എല്ലാ അവയവങ്ങളും സുരക്ഷിതമായിരിക്കണം. കഴിയുന്നുണ്ടോ നമ്മുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്തുവാൻ? കഴിയുന്നുണ്ടോ നമ്മുടെ കാതുകളെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്തുവാൻ? കഴിയുന്നുണ്ടോ നമ്മുടെ കരങ്ങളെ ഹറാമിൽ നിന്ന് മാറ്റി നിർത്തുവാൻ? ആലോചിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം വേണം, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണോ? എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. ഒരു കാര്യമുണ്ടോ? ഒറ്റൊരു കാര്യം പിന്തുടരുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ അതേപടി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ വലിയ പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലുള്ള ആളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിനെയാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം അത് പൂർത്തിയായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്ന രീതി അത് ശരിയായിട്ടില്ല. സഹോദരന്മാരെ,
സഹോദരിമാരെ, അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ സുന്നത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ആ സുന്നത്തിനെ നമ്മൾ എങ്ങനെ പിടിച്ചു നിർത്തണം? നമ്മുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം ഓരോ സുന്നത്തും. അണപ്പല്ല് എന്ന് പറഞ്ഞത് നമ്മുടെ മുൻപല്ലല്ല. മുൻപല്ലിന് ശക്തി കുറവാണ്, കുറെ സമയമൊന്നും പിടിച്ചിക്കാൻ കഴിയില്ല. അണപ്പല്ല് കൊണ്ട് നിങ്ങൾ പിടിക്കണം. അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളെ കടിച്ചു പിടിക്കുക. സുന്നത്ത് വിടാത്തൊരു ജീവിതം, ഇതൊക്കെയാ നമ്മൾ സ്വപ്നം കാണേണ്ടത്. നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് ആലോചിക്കും, നമ്മള് വലിയൊരു പൈസക്കാരനായില്ലെങ്കിൽ എത്ര നന്നായനെ. നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ വിചാരിക്കും നമുക്ക് ഇതിനേക്കാൾ വലിയ കാറുണ്ടെങ്കിൽ എത്ര നന്നായനെ. നമ്മളിങ്ങനെ കണ്ണാടീനെ മുന്നിൽ നിന്നിട്ട് പറയും എനിക്ക് ഇതിനേക്കാൾ മൊഞ്ചുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. നമ്മളിങ്ങനെ മക്കളെയൊക്കെ നോക്കി വരെയൊക്കെ മുന്നിൽ പറയും എനിക്ക് ഇതിനേക്കാൾ നല്ലതുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ, ഇതിനേക്കാൾ നല്ലതാണ് എത്ര നന്നായനെ. നമ്മളിങ്ങനെ കുറെ വീട് കാണും നാട്ടിലൊക്കെ. വീട് കണ്ടിട്ട് നമ്മളെ വരക്കായിട്ട് അറിയില്ല എന്ത് പറയാ, ഇതിനേക്കാൾ വലിയ വീട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായനെ. നമ്മളെ ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ ഇട്ടിട്ട് വരുമ്പോ ബാക്കിയുള്ളവർ കുറച്ച് ഡ്രസ്സൊക്കെ ഇടും, അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന എത്ര നന്നായനെ എന്ന് പറഞ്ഞ് ഈ ദുനിയാവിലുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുകയും സ്വപ്നങ്ങൾ കാണുന്നവരുമാണ് നമ്മൾ. എന്നാൽ ആ ദുനിയാവിന്റെ വിഭവങ്ങളെ മറന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരാഗ്രഹം അല്ലെ, അതല്ല നമുക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടത്. ഒരാഗ്രഹം ഉണ്ടോ? നമ്മളിങ്ങനെ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിലുള്ള ഒരു രാത്രിയിൽ നമ്മളിങ്ങനെ ഇരുന്ന് കുറെ സമയം കുറെ കേട്ട്, ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റു ചെവിയോടുകൂടി അത് പുറത്തേക്ക് വിട്ട് വീട്ടിലേക്ക് മടങ്ങേണ്ടവരല്ല നമ്മൾ. ഓരോന്നിനും ഉത്തരം നമ്മൾ പറയേണ്ടതുണ്ട്. ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? നാളെ ഖബറിൽ മൻ റബ്ബുക എന്ന് ചോദിച്ചതിന് ശേഷം, മാ ദീനുക എന്ന് ചോദിച്ചതിന് ശേഷം ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല, മൻ നബിയുക, നിന്റെ നബി ആരാ? കാണിക്കും ഒരു ഫോട്ടോ, ചോദിക്കും മാ തഖൂലു ഫീ ഹാദാ റജുൽ, ഇത് ആരാ നിനക്കറിയോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മൾ. എന്നാൽ ജീവിതം സുന്നത്തിൽ അനിശ്ചിതമായി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഖബറിൽ മലക്കുകളോട് നമ്മൾ പറയും എന്റെ നബി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ കഴിയോ നമുക്ക്? ഇന്ന് നമ്മൾ ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതം കൊണ്ട് നാളെ ഖബറിൽ എന്റെ നബി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കഴിയണമെങ്കിൽ ഇത്രയൊന്നും സ്നേഹിച്ചാൽ പോരാ, ഇത്രയൊന്നും അനുസരിച്ചാൽ പോരാ. ഇനിയും ധാരാളം അനുസരിക്കാനും, ഇനിയും ധാരാളം ഇത്തിബാ ചെയ്യാനും, ഇനിയും ധാരാളം ഓർക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുവാൻ നമ്മുടെ നാവുകൾക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ്. സലാത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണിത്. ഇത് പറയാൻ എത്ര സമയമാണ് നമുക്ക് വേണ്ടത്? അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ് എന്ന് പറയാൻ എത്ര സമയമാ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് വേണ്ടത്? വളരെ ചെറിയ സമയം. കഴിയണില്ല നമുക്ക് പറയാൻ. നമ്മൾ എന്തൊക്കെ വർത്താനം ഒരു ദിവസം പറഞ്ഞു കൂട്ടുന്നുണ്ട്. ആ സലാത്ത് പറയുമ്പോ എത്ര എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിങ്ങൾ ഒരു സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് 10 അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകും. എന്താണ് അനുഗ്രഹങ്ങൾ? നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുക, നമ്മുടെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങൾ അത് നീങ്ങിപ്പോകും. അനുഗ്രഹങ്ങൾ ഇങ്ങനെ, നിഅമത്തുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും ഓഫറാണ് നമ്മുടെ മുന്നിൽ.
അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ്. ഒന്ന് പറയണം നമ്മള്. അതൊന്നും രണ്ടും മൂന്നും പറയുമ്പോ ക്ഷീണിച്ച് തളർന്ന് ഒരു വകയാകല്ലേ. നമ്മുടെ ആഖിറത്തിന്റെ വിഷയം. നാളെ ബർസഖിൽ നമ്മൾ രക്ഷപ്പെടേണ്ട വിഷയമാണ്. നാളെ മഹ്ശറയിൽ നമ്മൾ രക്ഷപ്പെടേണ്ടതാണ്. ആ മഹ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്ന് ഇങ്ങനെ കോരി കോരി നൽകുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾക്ക്. ചില കൂട്ടർക്ക് അത് കിട്ടണില്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇത് എന്റെ ഉമ്മത്ത് തന്നെയാണല്ലോ. എന്നാൽ എന്താ? ബിദ്അത്തുകളിൽ മുഴുകിപ്പോയി. സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിച്ചിട്ടില്ല. നാവ് കൊണ്ട് വെറുതെ ഡയലോഗ് അടിച്ചു തീർത്തു. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ കഴിയും നമ്മൾ വിചാരിക്കണ്ട. ആ മഹ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്ക് കഴിയണം. ബർസഖി ജീവിതത്തിൽ മലക്കുകളുടെ ചോദ്യത്തിന് എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയാൻ എനിക്ക് കഴിയണം. ആ പണിയാണ് ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നമ്മൾ എടുത്തു കൂട്ടുന്നത്. വേറൊന്നുമല്ല. എന്തൊക്കെ നേടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലേ, നമ്മുടെ കാര്യം തീർന്നു. നമ്മുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അള്ളാഹു ഉത്തരം പറയാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുന്ന അവന്റെ ഏറ്റവും നല്ല അടിമകളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കാനും ഇത്തിബാ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.